തോമസ് മാത്യു ക്രൂക്സ് ഈ അടുത്തിടയ്ക്ക് മാധ്യമ ശ്രദ്ധ വലിയ തോതിൽ നേടിയ ഒരു വ്യക്തിയാണ്. പേര് പോലെയല്ല പ്രായം, 20 വയസ്സ് മാത്രമുള്ളൂ. എന്തുകൊണ്ടാണ് ഇയാൾ മാധ്യമ ശ്രദ്ധ നേടിയതെന്നതിനുള്ള ഒരേ ഒരു ഉത്തരം മറ്റൊന്നുമല്ല, വധശ്രമം. വധിക്കാൻ ശ്രമിച്ചത് മറ്റാരെയുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് നേർക്കായിരുന്നു ആക്രമണം നടന്നിരുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണ് ട്രംപ്. എന്തിന് ഇത് ചെയ്തു, ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു തുടങ്ങി പല ചോദ്യങ്ങളും സംശയങ്ങളും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നടക്കുകയാണ് ഇപ്പോ. സത്യത്തിൽ എന്താണ് പെൻസിൽവാനിയയിൽ സംഭവിച്ചത്? ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതിനെ കുറിച്ചിട്ടാണ്. ഞാൻ സ്വാതിശ്രീ KS. Let's talk about everything. Welcome back to Talk Space. അമേരിക്കൻ സമയം ശനിയാഴ്ച വൈകിട്ട് 6 മണി പെൻസിൽവാനിയയിലെ ഒരു കൺവെൻഷൻ സെന്ററിൽ തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ജനങ്ങളോട് പ്രസംഗിക്കുകയായിരുന്നു സംസാരിച്ചിരുന്ന ഡൊണാൾഡ് ട്രംപിനെ 137 മീറ്റർ അകലെ നിന്നുകൊണ്ട് തോമസ് മാത്യു ക്രൂക്ക് എന്ന 20 വയസ്സുകാരൻ വെടിവെക്കുകയാണ്. എന്നാൽ ഭാഗ്യവശാൽ തല ചെറുതായി ഒന്ന് തിരിക്കാൻ ട്രംപിന് തോന്നിയതാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ മരണത്തിൽ നിന്നും രക്ഷിച്ചു എന്ന് തന്നെ പറയാം. മരണമുഖത്തേക്ക് പാഞ്ഞെത്തിയ വെടിയുണ്ടകൾ ഇടത് ചെവിയിൽ കൂടി തുളച്ചിറങ്ങി പോവുകയായിരുന്നു. പക്ഷേ ആ ഭീകര നിമിഷത്തിലും ഒരു കൈ വെടിയുണ്ടകൾ തുളച്ചു കയറിയ ചെവിയിൽ പിടിച്ച് മറു കൈകളിലെ മുഷ്ടികൾ ചുരുട്ടി ഫൈറ്റ് ഫൈറ്റ് എന്ന് ജനത്തിനോട് ഉറക്കെ വിളിച്ചു പറയുകയായിരുന്നു ട്രംപ്. ചുറ്റുനിന്നവർ ഈ ഒരു ഭീകര മുഖത്തിന് സാക്ഷിയായി പേടിച്ചു വിറച്ച് നിൽക്കേണ്ടി വന്നു. എന്നാൽ വെടിയുണ്ടകൾ തുരുതുരയായിട്ട് പാഞ്ഞെത്തിയപ്പോൾ ഒരു അച്ഛൻ തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ ശരീരം മറച്ചുകൊണ്ട് തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും സംരക്ഷിക്കുന്നുണ്ട്. അവിടെ ട്രംപിനുണ്ടായതിനേക്കാളും കൂടുതൽ ഗുരുതര പരിക്ക് ഉണ്ടായത് ട്രംപിന്റെ പ്രസംഗം കേൾക്കാൻ വന്ന ആ ഒരു വ്യക്തിക്കായിരുന്നു. നമുക്കറിയാം, അമേരിക്കയിൽ ഈ ഗൺ കൾച്ചർ പുതുതായിട്ടുണ്ടായ ഒന്നൊന്നുമല്ല, അതൊരു അസാധാരണ കാര്യവുമല്ല. പ്രസിഡന്റുമാർക്ക് നേർക്ക് നടന്ന വെടിവെപ്പും ഇതാദ്യമായിട്ടുള്ള ഒന്നൊന്നുമല്ല, ഇതിനു മുമ്പും ഒരുപാട് നടന്നിട്ടുണ്ട്. അമേരിക്കയുടെ നിയമപ്രകാരം അമേരിക്കയിൽ തോക്ക് ഉപയോഗിക്കാൻ അതായത് ഹാൻഡിൽ ചെയ്യാൻ 18 വയസ്സ് തികഞ്ഞാൽ മാത്രം മതി. ഇപ്പൊ നമുക്ക് ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ലഭിക്കുന്നത് പോലെ തന്നെ അതും ഈ 2 തോക്ക് വരെ കൈവശം വെക്കാനുള്ള ഒരു അധികാരം ഓരോ അമേരിക്കൻ പൗരനും അവിടുത്തെ ഭരണഘടന നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വർഷം ശരാശരി 50,000 ആളുകളാണ് അമേരിക്കയിൽ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. ട്രംപിന് ആക്രമണം നടക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ പോലും 9 വിദ്യാർത്ഥികൾക്ക് നേരെ അവിടെ വെടിവെപ്പ് നടന്നിരുന്നു. ഇത് അമേരിക്കയിൽ നടക്കുന്ന സ്ഥിരം ഒരു കാഴ്ചകളിൽ ഒന്ന് തന്നെയാണ്. ഇപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ നടന്ന ഒരു സംഭവമുണ്ട്. ഒരു 11 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി തന്റെ പിതാവിന്റെ റിവോൾവർ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ആ സ്കൂളിലെ അവന്റെ അധ്യാപകരെയും അതുപോലെ തന്നെ സഹപാഠികളെയും വ്യക്തിവിദ്വേഷത്തിന്റെ പേരിൽ വെടിവെച്ച് കൂട്ടക്കൊല നടത്തിയിരുന്നു. അന്ന് നിരവധി പേരാണ് അന്ന് അവിടെ മരണപ്പെടുകയുണ്ടായത്. കാരണം മറ്റൊന്നുമല്ല, അവൻ ആ സ്കൂളിൽ നിന്നും ഉണ്ടായ നിസ്സാര അപമാനങ്ങളുടെ പേരിലായിരുന്നു ആ ഒരു ക്രൂരകൃത്യം അവൻ നടത്തിയത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിരവധി സംഭവങ്ങൾ അമേരിക്കയുടെ ചരിത്രത്തിൽ എടുത്തു പറയാനുണ്ട്. ഇന്ന് അമേരിക്ക ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയവും ഇത് തന്നെയാകും. ഇതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും നിയമങ്ങൾ സ്ട്രിക്റ്റ് ആക്കാനുമുള്ള ചർച്ചകൾ അമേരിക്കയിൽ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ ഈ ട്രംപിന് നേർക്കുണ്ടായിട്ടുള്ള ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. തോമസ് മാത്യു ക്രൂക്ക് എന്ന ഈ ഒരു 20 വയസ്സുകാരൻ ട്രംപിനെ വെടിവെച്ച ഉടനെ ട്രംപിന്റെ ഷാർപ്പ് ഷൂട്ടർമാർ എന്ത് ചെയ്തു? 134 മീറ്റർ അകലെ നിന്നുകൊണ്ട് വെടിവെച്ച് വീഴ്ചയും മാത്യു മരണപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അയാളുടെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു എന്ന് കണ്ടെത്താൻ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനുള്ള ശ്രമം നടന്നു വരികയാണ്. പെൻസിൽവാനിയയിലെ ബെഥായിൽ പാർക്ക് സ്വദേശിയാണ് ഈ പറയുന്ന തോമസ് മാത്യു ക്രൂക്ക്. അത്യാവശ്യം സമ്പന്നമായ ഒരു കുടുംബത്തിലെ അംഗമാണ് മാത്യു. സ്കൂളിലെ മിടുക്കനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. മിടുക്കൻ എന്ന് പറഞ്ഞാൽ മാത്സ് ആൻഡ് ഈ സയൻസ് ഇനീഷ്യേറ്റീവിൽ സ്റ്റാർ അവാർഡ് വരെ ലഭിച്ച ഒരു മിടുമിടുക്കൻ എന്ന് തന്നെ പറയാം. പക്ഷെ മാത്യു എന്നും ഏകാഗിയും അതുപോലെ അന്തർമുഖനുമായിരുന്നു. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് മാത്യുവിനെ സംബന്ധിച്ച് പലതായിരുന്നു.
സ്കൂളിൽ വലിയ സുഹൃത്ത് വലയം ഒന്നും ഇല്ലായിരുന്ന ഒരാളായിരുന്നു ഈ തോമസ് മാത്യു ക്രൂക്ക്. പക്ഷെ അവന് ഈ തോക്കിനോടുള്ള അല്ലെങ്കിൽ വേട്ടയാടിനോടൊക്കെ ഭയങ്കര പ്രിയമായിരുന്നു. അവൻ താമസിച്ച ബേഥയിൽ പാർക്ക് ഇത്തരത്തിലുള്ള ഈ വേട്ടയ്ക്ക് നിയമപരമായിട്ട് അനുവദിക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഈ ഷൂട്ടിംഗ് ഇവന്റുകളും മത്സരങ്ങളും എല്ലാം നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പറയുന്ന ബേഥൈൻ പാർക്ക് എന്ന് പറയുന്ന സ്ഥലം, അവന്റെ ആ ഒരു സ്വദേശം. മാത്യുവിന്റെ പഠനത്തിന് ശേഷം നഴ്സിംഗ് ഹോമിൽ ഒരു കിച്ചൺ ഹെൽപ്പർ ആയിട്ടായിരുന്നു അയാൾ ജോലി അനുഷ്ഠിച്ചിരുന്നത്. ഷൂട്ടിംഗ് ക്ലബ്ബുകളിൽ സജീവ സാന്നിധ്യമായിരുന്ന തോമസ് മാത്യു ഷൂട്ടിങ്ങിൽ തൽപരനായിരുന്നെങ്കിലും നേരെ ചൊവ്വെ തോക്ക് ഉപയോഗിക്കാൻ അവന് അറിയില്ലായിരുന്നു. അങ്ങനെ അവനെ അവന്റെ കൂട്ടുകാർ നിരന്തരം കളിയാക്കുമായിരുന്നു, ഇവന് ഈ തോക്ക് കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട്. തോമസ് മാത്യു ക്രൂക്കിന് ലക്ഷ്യസ്ഥാനം ഇല്ല എന്നുള്ള കളിയാക്കലുകൾ അവനെ വലിയൊരു വേദന തന്നെയായി നിലനിന്നിരുന്നു. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കാരണങ്ങളാകാം തോമസ് മാത്യുവിനെ ഇത്തരത്തിലുള്ള ആക്രമണം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. പക്ഷെ കാരണം ഇപ്പോഴും വ്യക്തമൊന്നുമല്ല. തോമസ് മാത്യു ജീവിച്ചിരിപ്പില്ലല്ലോ, അതുകൊണ്ട് കാരണങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല, സത്യമാണോ എന്നുള്ളത്. അന്വേഷണ ഏജൻസി അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോഴും. എന്തായാലും ഉപയോഗിച്ച തോക്ക് സെമി ഓട്ടോമാറ്റിക് AR-15 റൈഫിലായിരുന്നു. മാത്യുവിന്റെ പിതാവിന്റെയാണ് ഈ തോക്കെന്ന് കണ്ടെത്തി കഴിഞ്ഞു. ഇവിടെ തോമസ് മാത്യു ക്രൂക്കിന്റെ പഠനകാലത്തെ അന്വേഷണത്തിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, തോമസിനെ അവന്റെ സഹപാഠികൾ വലിയ രീതിയിൽ കളിയാക്കിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ മാനസിക സംഘർഷം അവൻ നേരിട്ട് കൊണ്ടിരുന്നു. ഇപ്പം സ്കൂൾ റൈഫിൾ ടീമിൽ അംഗമാകാൻ പരിശ്രമിച്ചെങ്കിലും തോമസ് നിരവധി തവണ പരാജയപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനെ ചൊല്ലി തന്നെ സഹപാഠികൾ കളിയാക്കിയിരുന്നു, അത് അവനെ വലിയ രീതിയിൽ വിഷമിപ്പിച്ചിരുന്നു. ഈ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. കൂട്ടുകാരുടെ പരിഹാസങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ കഴിവ് തെളിയിക്കാൻ വേണ്ടിയും ആകാം ഇപ്പോ ഇങ്ങനെ ഒരു കൃത്യം നടത്താൻ തോമസ് മാത്യു ക്രൂക്കിനെ പ്രേരിപ്പിച്ചതെന്ന് പറയാം. ഇതിനു മുൻപും ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെനഡിയുടെ കൊലപാതകം നോക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ജോൺ എഫ് കെനഡിയുടെ കൊലപാതകത്തിന് തന്റെ കാമുകി, അതായത് അവിടുത്തെ ഒരു വലിയൊരു ആക്ട്രസ് ആയിരുന്നു, അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി ജോൺ എഫ് കെനഡിയെ കൊല ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നവരുടെ കണക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ എബ്രഹാം ലിങ്കൺ മുതൽ ഈ ജോൺ എഫ് കെനഡിയെ വരെ വെടിവെച്ചാണ് കൊന്നിട്ടുള്ളത്. അതുപോലെ വെടിവയ്പിൽ നിന്നും അതിജീവിച്ച പ്രസിഡന്റ്മാർ വേറെയുമുണ്ട്. അതിൽ ഇപ്പോ ഒരുവനാണ് ഇപ്പൊ നമ്മുടെ ഡൊണാൾഡ് ട്രംപ്. എന്തായാലും തോമസ് മാത്യു ക്രൂസ് എന്ന പഠനത്തിൽ മിടുമിടുക്കനായ ഒരാൾ ഇത്തരത്തിലുള്ള ആക്രമണം നടത്താൻ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ്? സഹപാഠികളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള പരിഹാസമാണെന്ന് താൽക്കാലികമായുള്ള അന്വേഷണ സംഘത്തിന്റെ ഒരു കണ്ടെത്തലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഇങ്ങനെയുള്ള മാനസിക സംഘർഷങ്ങൾ നേരിടുന്ന കുട്ടികൾ നമ്മുടെ ഇടയിലും നമ്മുടെ ചുറ്റും ധാരാളമുണ്ട്. പക്ഷെ പക വീട്ടാനും പ്രതികരിക്കാനൊന്നും അവരുടെ കൈകളിൽ തോക്കില്ല എന്നുള്ളതാണ് സത്യം. അത് തന്നെ വലിയൊരു ഭാഗ്യമുള്ള ഒരു കാര്യമാണ്, അല്ലെ? അമേരിക്കൻ ആക്രമണങ്ങളും കൊലപാതകങ്ങളും കൂടുന്നതിന്റെ ഒരു പ്രധാന കാരണം അവിടെയുള്ള തോക്ക് സംസ്കാരം തന്നെയാണ്. കൂടാതെ ലഹരി ധാരാളമായി ഉപയോഗിക്കുന്ന ഒരിടമാണ് ഈ പറയുന്ന അമേരിക്ക. സ്വാഭാവികമായിട്ടും അവിടെ ആക്രമണങ്ങളും കൊലപാതകങ്ങളും കൂടും. അമേരിക്കയുടെ ഈ ഗൺ കൾച്ചറിൽ ഒരു മാറ്റം അമേരിക്കൻ നിയമങ്ങളിൽ വന്നാൽ മാത്രമേ ഇനി അവിടെ ആക്രമണങ്ങൾ കുറയുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ മറക്കാതെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ.